Hey all, assalamu alaikum. Welcome back to Mama's channel. Ebu say assalamu alaikum. Guys, അപ്പോൾ ഞാൻ അറിഞ്ഞു നിങ്ങളൊക്കെ ഇന്നലെ വെയിറ്റ് ആക്കി ഇരുന്ന് വീഡിയോക്ക് വേണ്ടി ബേബ് പറഞ്ഞു രാവിലെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ വെയിറ്റ് ആക്കിയിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ അവർ റംഡാൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്നലെ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെളുപ്പിനെ ഇട്ടത്. ബേബിയാണ് പബ്ലിഷ് ചെയ്തത് ആക്ച്വലി രാവിലെ. അത് എഡിറ്റൊക്കെ ചെയ്തായിരുന്നു. എഡിറ്റ് ചെയ്ത് ഔട്ട് എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ പിടിക്കും. അതായത് എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു 1 hour ലോങ് വീഡിയോ അല്ലേ. എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കുമ്പോൾ 1.5 മണിക്കൂർ അപ്പൊ ടൈം കൊണ്ട് ടാലി ഇത് ഔട്ട് സൈഡ് നോമ്പ് തുറക്കുമ്പോ അങ്ങനെയാണ്. ഈ വീട്ടിലാവുമ്പോ ഞാൻ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ സ്പോട്ട് എഡിറ്റ് ചെയ്യും, എന്നിട്ട് അത് ഔട്ട് എടുക്കും. 7 o'clock തന്നെ ഔട്ട് ഇടും ഞാൻ. അപ്പൊ ഔട്ട് എടുത്തിട്ട് വരുമ്പോ 8:30 ഒക്കെ കഴിയും. 1.5 മണിക്കൂർ വേണം. ഇറ്റ്സ് എ ലോങ് വീഡിയോ റൈറ്റ്. അപ്പൊ 8:30 കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കുമ്പോൾ ഒരു 9 o'clock ഒക്കെ ആവും. അപ്പൊ വീട്ടിലാവുമ്പോൾ അങ്ങനെ പറ്റും. ഇന്നലെ നമ്മൾ പുറത്ത് പോയല്ലോ. അപ്പോൾ പുറത്ത് പോയതനുസരിച്ചിട്ട് എനിക്ക് അവിടെ പുറത്തൊന്നും ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റൂല. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യണത് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. അപ്പോൾ പോയി വന്നിട്ട് നാസ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ അതിൽ തന്നെ, പിന്നെ ഔട്ടൊക്കെ എടുത്തിട്ടാണ് ഒരുങ്ങിയത്. സോ അങ്ങനെയായിരുന്നു. ഇന്നലെ ലേറ്റായി. ഇന്ന് ഇൻഷാല്ല ഇന്ന് തന്നെ ഇടാൻ നോക്കും. ആൻഡ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഹെയർ കട്ട് ചെയ്യാൻ പോണാണ്. ബിക്കോസ് ടുമോറോ ഈസ് ബർത്ത്ഡേ. ടുമോറോ ഡാഡി ഉണ്ടാവൂല, ഡാഡി രാവിലെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹാർട്ടിലൊരു എന്തോ പോലെ ഹെവിനെസ് ഉണ്ട് ഇന്ന് രാവിലെ തന്നെ. ബിക്കോസ് 1 month ഉണ്ടാവൂലല്ലോ. ബേബി അവിടെ തന്നെ ബിസിനസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോവാ. അതെല്ലാം വർക്ക്ഔട്ട് ആവട്ടെ. അപ്പോ ഫോണില് വീഡിയോ എടുക്കും. ഇതാണ് പ്രശ്നം, ബേബി കൈ കടിയും ഇങ്ങനെ കുറെ നേരം പിടിക്കുമ്പോ. പക്ഷെ കൊള്ളാട്ടാ, നമ്മളിപ്പോ ഐഫോണിൽ എടുക്കുമ്പോ ഇറ്റ്സ് ഗുഡ്. ഇന്നലെ സുനം പറയണ്ടായിരുന്നു നല്ല വശം ഇതിലെടുക്കുമ്പോ. എബ്രു where are we going? ഇപ്പൊ ഹൽക്കിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങല്, ഹൽക്കിനെ ബ്രഷ് ചെയ്യിപ്പിക്കല്, ഹൽക്കിനെ തെറ്റിക്കല്, ഇത് തന്നെ. സോഫ്റ്റ് ടോയ് ആയി പിന്നെ കുഴപ്പമില്ല, കട്ടിയായിരുന്നു. ഇന്നലെ അവൻ കെട്ടിപ്പിടിച്ച് ഉറങ്ങ കണ്ടിട്ട് ബേബി പറയുന്നത് കട്ടി ടോയ്സ് ഒക്കെ കെട്ടിപ്പിടിച്ച് കിടക്കണത് അല്ലേ. ഇപ്പൊ സോഫ്റ്റ് ടോയ് മേടിച്ചുണ്ട് ഡൈനോസർ, പക്ഷെ അവന് ഹൽക്കിനെ കെട്ടിപ്പിടിച്ച് കിടക്കണായിരുന്നു. വെളുപ്പിനെ എണീച്ചിട്ട് അതിനാ ചോദിച്ച് ഉറക്കപ്പിച്ചില് അവന് ഓർമ്മ ഉണ്ടായിരുന്നത്. വെളുപ്പിനെ അത്താഴത്തിന് എണീക്കുമ്പോൾ അതാണ് അവൻ നോക്കണത് കവർ, അവൻ്റെ ടോയ്സ് എവിടെയാണ്. കിഡ്സ് വിൽ റിമെമ്പർ എവറിത്തിങ്. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ എണീച്ചിട്ട് പണിയൊന്നും ചെയ്തിട്ടില്ല, കുക്കിംഗ് അധികം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ എബുവിൻ്റെ ഹെയർ കട്ട് ചെയ്യണം, പിന്നെ ബേബിക്കും ഹെയർ കട്ട് ചെയ്യണം, താടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട്. എബുവിൻ്റെ ബർത്ത്ഡേ ഞാൻ വിചാരിച്ചു എബുവിൻ്റെ വേണ്ട ചെയ്യണം. ബിക്കോസ് എനിക്കിങ്ങനെ വന്നാൽ നിങ്ങളത് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് അടിക്കുമോ നമുക്ക്. അപ്പൊ ആരെ ഫോണാന്ന് നോക്കും, എന്റേതാണ് ബേബിയുടെയാണെന്ന് നോക്കും. അപ്പൊ എനിക്ക് ഇന്നലെ മുതൽ നല്ല ടിങ് 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 റെസ്റ്റില്ലാതെ കേട്ടോണ്ടിരിക്കുക മാഷാഅല്ലാ. അപ്പൊ നിങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ് പെട്ടെന്ന് തന്നെ മേടിക്കും കേട്ടാ. ഇനിയും സ്റ്റോക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ. ഇന്നും ഒരു സ്റ്റോക്ക് വരും ബേബി. അവരെത്തിക്കുമല്ലോ വീട്ടിലോട്ട്. ഇന്നും എത്നിക്സിന്റെ സ്റ്റോക്ക് വരും. നല്ല അടിപൊളി സൽവാസ്, അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി സൽവാസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാം പേജസ് ഒക്കെ. ഓക്കെ, ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ കാര്യം നമ്മുടെ എബു ബേബിയുടെ ഹെയർ കട്ടിങ്. റൈറ്റ്, ലെറ്റ്സ് കട്ട് യുവർ ഹെയർ, ലെറ്റ്സ് ട്രിം യുവർ ഹെയർ. This one, let's cut Hulk's hair. Okay? എബ്രുനെ പ്രസവിച്ച് 3 വർഷമായി ഗൈസ്. ഇന്നത്തെ ദിവസമൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ പ്രസവിക്കുന്നു പറഞ്ഞ് 3 ദിവസം ഞാൻ നീട്ടി കൊണ്ടുപോയി. എന്നിട്ട് ലാസ്റ്റ് ഡേ ഡോക്ടർ വാസ് ലൈക്ക് മതിയെന്ന് വെയിറ്റ് ചെയ്തത് പോവാം. ഇവൻ താരെ ഇറങ്ങണുണ്ടായിരുന്നില്ല, ഭയങ്കര ഫ്ലൂയിഡായിരുന്നു എനിക്ക്. അപ്പോൾ ഇവനിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുക, മേളിൽ പോവാം. ഇറ്റ്സ് നോട്ട് കമ്മിങ് ഡൗൺ. അപ്പോൾ നോർമൽ ഡെലിവറി ആവാൻ പറ്റിയില്ല അല്ലേ എബു? എന്താ എബു നീ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തോണ്ടിരുന്നേ നമ്മുടെ വയറ്റില്?
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എബുവിൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. ബാക്കി വിശേഷമൊക്കെ പോണ വഴിക്ക് പറയാം. ആൻഡ് ഇന്ന് അജിത ആൻറ്റി ആൻഡ് അങ്കിൾ എല്ലാവരും വന്നു. ഐ എം വെരി ഹാപ്പി. വീട്ടിലാരെങ്കിലും ഇങ്ങനെ നോം തുറക്കാൻ വന്നെന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ ഗുഡ്. അവർക്കുള്ളതൊക്കെ ഷീ ഈസ് വെരി സ്പെഷ്യൽ ആക്ച്വലി. അപ്പോൾ ബേബി നാളെ പോണതുകൊണ്ട് എക്സാക്ട് ബർത്ത്ഡേ വരാൻ പറ്റൂല. ആൻറ്റി എന്തായാലും ഇന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൽക്കാനുള്ള സെറ്റപ്പിൽ വന്നാൽ മതി. ബിക്കോസ് എപ്പോഴും വരുമ്പോൾ അർജന്റ് ആക്കും, പോവും എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നലെ, നിൽക്കാനുള്ള സെറ്റപ്പിൽ വന്നാൽ മതി, ബേബി പോവും മറ്റന്നാൾ. അപ്പം ആൻറ്റി അപ്പോഴാണ് പറയുന്നത് അയ്യോ വീസ ഒക്കെ കിട്ടിയാ. ഞാൻ വിചാരിച്ച അടുത്ത ആഴ്ച എല്ലായിരിക്കും പോണം. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ആൻറ്റി കറക്റ്റ്. അപ്പോൾ നാളെ പോകുന്നു പറഞ്ഞ്. അപ്പൊ അവര് വരും, അവരുടെ കൂടെ ഒന്ന് ചില്ലാക്കണം. നോമ്പൊക്കെ തരുന്നിട്ട് ഇൻഷാല്ലാ. കടികൾ കുറച്ചിനെ വീട്ടിലുണ്ടാക്കും, കുറച്ച് കടികൾ മേടിക്കണം. ബിക്കോസ് എല്ലാം ഉണ്ടാക്കാൻ ഇന്ന് ടൈം ഉണ്ടാവൂല. ഈ ഒരു 2 hours എനിക്ക് ഇങ്ങനെ പോവല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാൻ കിച്ചണിൽ കയറി എല്ലാം തുടങ്ങും. അപ്പൊ സോനും പറഞ്ഞു ഞാൻ വന്നില്ല, നീ വരുമ്പോ കുറച്ച് ഞാൻ സെറ്റാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സോനു. അപ്പൊ നമ്മൾ പിന്നെ ഒന്നിച്ച് പോയിട്ട് ഒന്നിച്ച് ചെയ്യും. അപ്പൊ പിള്ളേരില്ല, പിള്ളേർ സ്കൂളിൽ പോയി. അപ്പൊ സോണിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു വാ. ഷി വാസ് ലൈക്ക് നോ, കുറച്ച് പണിയുണ്ട്, വരാൻ പറ്റൂല, എല്ലാം നടക്കൂല. ബിക്കോസ് ആൻറ്റി വരുമ്പോൾ എല്ലാം സെറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. കുറച്ച് കടികളൊക്കെ മേടിക്കണം കേട്ടോ ബേബി. ഡേറ്റ്സ് തീർന്നിരിക്കുക, സമോസ ഷീറ്റ് തീർന്നിരിക്കുക, അതൊക്കെ മേടിക്കണം. സോനുവിൻ്റെ അടുത്ത് തന്നെ ലിസ്റ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ നൗ ലെറ്റ്സ് ഗോ. അവിടെ കയറാം. ലെറ്റ്സ് ഗോ. ഹെയർ കട്ട് ചെയ്താലോ ബേബി? എൻ്റെ ഒന്നുമില്ല എൻ്റെ ഇനി ചെയ്യാൻ. ബേബി പോണാണ് ഇടക്കിടക്ക്, അത് ഓർമ്മ സ്ട്രെസ്സാണ് ഓർത്തിട്ട്. ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ജ്യൂസൊക്കെ കുടിച്ചിട്ട്. എന്താണാവോ അവസ്ഥ? ഞാനിപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന പോലെയാണ്. ഫുൾ എൻ്റെ മേത്തായിരിക്കും എൻ്റെ ഹെയറൊക്കെ. എൻ്റെ മേത്ത് ഇരുത്തിട്ടാണ് ചെയ്യണത്. I hope he'll be okay.
പള്ളി പോകുമ്പോ മുടി കെട്ടിയ പോലെ നല്ല ലെങ്ത് ഉണ്ടല്ലേ ഹെയർ. ഭയങ്കര ലെങ്ത് ഉണ്ട്. ക്യൂട്ട്. സോ നമ്മുടെ എബുവിന്റെ ഹെയർ കട്ട് കഴിഞ്ഞു, ഡാഡിയുടെ ഹെയർ കട്ട് താടിയൊക്കെ കഴിഞ്ഞ് താടി ട്രിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ്. എന്ത് ടൈമാണ് നിങ്ങളുടെ ചെയ്യാൻ? കുറേ ടൈം എടുത്തു. So right now it's 2 PM guys. I don't know how I'm gonna manage iftar snacks. Preparation of iftar snacks. അപ്പോൾ എത്ര പെട്ടെന്ന് ചെയ്യണം. ഇൻഷാല്ലാ നമുക്ക് പോകുമ്പോൾ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. സമോസ ഷീറ്റ് ഇല്ല, ഡേറ്റ്സ് ഇല്ല. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് റിട്ടേൺ പോകാൻ. അപ്പോൾ എബു അവിടുത്തെ സ്റ്റാഫായിട്ട് ഗേൾസ് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു കുറച്ച്. അവർ നല്ലോണം എബുനെ മാനേജ് ചെയ്യണമായിരുന്നു. ഫുള്ള് കളിയായിരുന്നു എബുൻ്റെ അടുത്ത്. സോ ഗൈസ് നമ്മള് പുറത്തൊക്കെ പോയി മുടിയൊക്കെ വെട്ടി വന്ന് ഇറ്റ്സ് റിയലി ഗോണ ബി 3 PM ആൻഡ് ഐ ഹാവ് നോ ഐഡിയ ഞാൻ എന്തൊക്കെ ചെയ്ത് വെക്കും. സോന് പാവം എനിക്ക് ചോപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സമോസ കട്ട്ലറ്റ് ഉള്ള മസാല ഒക്കെ ഉണ്ടാക്കണം. അപ്പോ ഞാൻ പാൻ പോലെ ഇല്ലേ, ഇന്ന് പാനൊക്കെ സെർച്ച് ചെയ്തോണ്ട് നിൽക്കണില്ല. കിട്ടുന്ന പാത്രങ്ങളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. ഇന്നെല്ലാം ഒന്നിച്ചു വന്നു. ഇന്ന് മൊത്തത്തില് തിരക്കെന്ന് പറഞ്ഞ തിരക്ക്. നമുക്ക് ആദ്യം സമോസക്കുള്ള മസാല ഉണ്ടാക്കാം. മുടി വെട്ടുന്ന അവിടെ തന്നെ ഞാൻ ഭയങ്കര സ്ട്രെസ് അടിക്കണായിരുന്നു. എനിക്കറിയാം ടൈം മതിയാവൂല. ഇന്ന് റെസിപ്പീസ് ഒന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ ഞാൻ പോകുന്നില്ല. ഡയറക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. റെസിപ്പി പറഞ്ഞു തന്നോണ്ടിരുന്ന മൊത്തത്തിൽ എൻ്റെ കിളിയും പോവും, ടൈമും പോവും. പിന്നെ മഗ്രിബ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ആ അവസ്ഥയിൽ അപ്പോൾ ചിക്കനും ഇതൊക്കെ ഓൾറെഡി ബോയിൽഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമെന്നാ തോന്നണേ. ഇപ്പോൾ ഒരു 3 o'clock ആവാറായി. ഒരു 5 o'clockന്റെ ഉള്ളിൽ, 5:30 ഉള്ളിൽ എൻ്റെ എല്ലാ പരിപാടി കഴിയണമെന്നാണ് എൻ്റെ ഒരു ഇൻക്യൂഷൻ, എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്ലാനിങ്. പിന്നെ നമുക്ക് നോക്കാം. നല്ല മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങ ഷേക്ക് അടിക്കണമെന്നുണ്ട്. ഇത് ക്വിക്കായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാം, പക്ഷേ അതെന്റെ കൂടെ വേവൂലല്ലോ. അത് വേവാൻ ടൈം എടുക്കും. അതാണ് എബ്ബോടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. സോനുവിനെ അവിടെ ഏൽപ്പിച്ച് വന്നേക്കുന്നെ. അവൻ്റെ അടുത്ത് ഇരിക്കുക. അവൻ ഹെയർ കട്ടൊക്കെ ചെയ്ത് കുളിക്കാൻ ഞാൻ ഇരക്കുകയാണ്. പക്ഷെ അവന് വാട്ടറിൽ കളിക്കണം ഹൽക്കിൻ്റെ കൂടെ. അപ്പൊ ഞാൻ അവന് ബബിൾസ് ഒക്കെ ആക്കിയിട്ട് ഫോമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് വന്നേക്കോ. ആയാ മതിയായിരുന്നു. ഞാൻ ഈ മസാല ആയിക്കൊണ്ടിരിക്കണ പോലെ തന്നെ അതിൽ ചിക്കനും ഷ്രെഡ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ അത് മസാല ഒന്ന് എല്ലാം ആയി കഴിഞ്ഞിട്ട് ഇടാന്ന് പറയുമ്പോൾ ടൈം എടുക്കും. സോ വി ആർ ലാഗിങ് ഔട്ട് ഓഫ് ടൈം. അപ്പോൾ ആ മസാലയുടെ കൂടെ തന്നെ ഇട്ട പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഫുൾ ഹരിബരി. ഇന്നാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യം നോക്കാൻ പോയിട്ടില്ല. ഇന്നാണെങ്കിൽ നമുക്ക് നല്ല സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഞാൻ നോക്കാൻ പോയിട്ടില്ല. ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല സെയിലിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട്. എനിക്കിങ്ങനെ അവർ പാക്കൊക്കെ ചെയ്ത് വെച്ചത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും പോയി കാണുമ്പോൾ. പക്ഷെ ഇന്ന് അതുപോലെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഓൾറെഡി കോൾ വന്നായിരുന്നു അപ്പുറത്ത്, ഇന്ന് വരുന്നില്ല എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞാനപ്പോൾ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് സന്തോഷിക്കുക. ഇപ്പം ആൻറ്റിയൊക്കെ എന്തായാലും വന്നല്ലേ, അവർക്കുള്ളത്
പെട്ടെന്ന് ഉണ്ടാക്കുക. ബിക്കോസ് എല്ലാ കടികൾ പുറത്തുനിന്ന് മേടിക്കാനൊരു സുഖം ഉണ്ടാവൂല. കുറച്ചൊക്കെ വേണമെങ്കിൽ ടേബിളിൽ നിറഞ്ഞിരിക്കാൻ മേടിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ, അതും എസ്പെഷ്യലി അജിത് ആൻറ്റി അവരൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയത് അവർ കഴിക്കണ്ടേ. ആൻറ്റി നമ്മൾ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി വെക്കും നമുക്ക് വേണ്ടി. അപ്പൊ ഈ പ്രാവശ്യം ബേബി നൈറ്റ് നോമ്പ് തുറക്കാൻ പോകാൻ പറ്റൂല. ഇപ്പൊ എല്ലാ വർഷവും പോവല്ലോ നമ്മൾ ആന്റിയുടെ വീട്ടിലോട്ട് നോമ്പ് തുറക്കാൻ. ഈ പ്രാവശ്യം അത് പറ്റൂല, ഒന്നും പറ്റൂല ഈ പ്രാവശ്യം. ബേബി ആനിവേഴ്സറിക്കില്ല, നോമ്പില്ല, എവിടെ ബർത്ത്ഡേക്കില്ല, സോനുടെ ബർത്ത്ഡേക്കില്ല. ഈ മാസം കുറെ പരിപാടി ഉണ്ടല്ലോ നമുക്ക്. ഒന്നിനും ബേബി ഇല്ല. മേളിലുണ്ടാവും ഇതില് ക്രിബില് ഉണ്ട്. താഴെ പുറത്തൊന്നും പോയിട്ടില്ല. എല്ലാം ഇട്ട് കളിച്ചോണ്ടിരിക്കുക. ബാറ്റ്മാനും അതിലും. പാവം സോനു എനിക്ക് വേണ്ടി എല്ലാം ചോപ്പ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചോണ്ട് എന്റെ കാര്യം പെട്ടെന്ന് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂല. അപ്പൊ ഞാനൊന്ന് ഹാൻഡ് വാഷ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യും. സമോസ ഒക്കെ തന്നെയാണ്. ബാക്കിയൊക്കെ നമുക്ക് ചില കടികളൊക്കെ ഭയങ്കര ടൈം എടുക്കും. ഇതൊക്കെ ആവുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കൂടെയിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ. അപ്പൊ ആ മസാലയിലോട്ട് ഫുള്ളൊന്നും പിടിച്ച് ഇതാവും. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ വിശക്കാൻ തുടങ്ങി. എന്താണെന്ന് അറിഞ്ഞു, ഇന്നൊരു വിശപ്പായിരുന്നു രാവിലെ തന്നെ. അത്താഴത്തിന് അങ്ങനെ കഴിച്ചില്ലല്ലോ. ഇന്നലെ അത്താഴത്തിന് ഞാൻ കഴിച്ചില്ല. എനിക്കായിരുന്നു കഴിച്ചില്ല. ഭയങ്കര ഉറക്കപ്പിച്ചായിരുന്നു എനിക്ക്. കഴിക്കാനുള്ളൊരു മൂടില്ലായിരുന്നു. ഞാൻ കഴിച്ചില്ല. അപ്പൊ നമുക്ക് ഒരു മസാല സെറ്റാക്കി നമ്മള് ഇത് ഉണ്ടാ നോക്കട്ടെ കേട്ടാ. എന്താണ് മല്ലിയില. മല്ലിയിലൊന്നും ഇല്ല. അങ്ങനെ സമോസത്തിന്റെ ഇതായി. അപ്പോൾ നമ്മൾ അടുത്തത് കട്ട്ലറ്റിന്റെ ആണ്. സോ അതിന് മസാല ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിൽ പെപ്പറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സമോസത്തിൽ നമ്മൾ കുറച്ച് മീറ്റ് മസാല, പിന്നെ എന്താണ് ചില്ലി പൗഡറൊക്കെ ഇടും. മനസ്സിലായോ? എനിക്ക് സ്ട്രെസ് ആവണ്ട കേട്ടോ. ടൈം കിട്ടിയില്ലെങ്കിൽ പാവേണ്ട സോന്നു. ഇതൊക്കെ വേവിച്ച് വെച്ചുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് കുക്കായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, സോനു ഇപ്പം ഇവനെ കുളിപ്പിക്കാൻ പോയിരിക്കുക. ഞാനാണെങ്കിൽ പെട്ടെന്ന് കുളിപ്പിച്ചിറക്കും. ഇവർ രണ്ടുപേരാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിലൊക്കെ കളിക്കും. നന്നായിട്ട് അവൾ യൂസ് ചെയ്യും അവൻ. ഞാൻ അങ്ങനെ കളിപ്പിക്കാനൊന്നും ടൈമില്ലെങ്കിൽ നിൽക്കില്ല. ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കളിപ്പിച്ചിട്ട് എല്ലാം കുളിപ്പിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ബിസി ആണെങ്കിൽ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് ഇറക്കും. ഇതിപ്പോൾ സോപ്പിട്ടിട്ട് കളിച്ചോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു, ടോയ്സൊക്കെ കൊണ്ടുപോയിട്ട്. ഇപ്പോൾ പിള്ളേർ വരാറായല്ലേ, എന്ത് പെട്ടെന്ന് ടൈം പോണേ. ഇതൊന്നും ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലോട്ട് മിക്സ് ആക്കും. ഇന്ന് ചിക്കനാണ്, ഇന്ന് ബീഫില്ല ബേബി. അപ്പോൾ ആ മസാല ഇങ്ങനെ മിക്സ് ചെയ്ത് കൈകൊണ്ട്, എന്നിട്ട് മാഷ്ഡ് പൊട്ടറ്റോയിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. വന്ന് കുളിച്ചിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് മുതലാളി കമോൺ കൊണ്ടുപോകുന്നുണ്ട്. ആളെ സോപ്പിടാനാണ് കറക്റ്റ് സെറ്റ്. എൻ്റെ അടുത്ത് പെട്ടെന്ന് സോപ്പിടൽ നടക്കൂല ഞാൻ വീട്ടിലുള്ളപ്പോൾ. അപ്പോൾ ഇതൊന്ന് മാഷ്ഡ് പൊട്ടറ്റോ
ഫുൾ ടങ് ട്വിസ്റ്റാണ്. മാഷ്ഡ് പൊട്ടേറ്റോസിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതും കഴിയുമ്പോൾ 2 മസാലയും കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ പൂളൊക്കെ ഉള്ളത് വേണം ചെയ്യാൻ. അങ്ങനെ ഞങ്ങളുടെ സമോസ മസാല റെഡിയാണ്. ചട്ടി അടിയില്ലേ, അതിൽ തന്നെയാണ് ചെയ്തത്. ഇത് ചിക്കൻ പൂളൊക്കെ ഉള്ളതാണ്, ഇത് കട്ട്ലറ്റിനുള്ളതാണ്. അപ്പോൾ ചിക്കൻ പൂളൊക്കെയുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഫ്രൈ എടുത്തിട്ട് വേണം ഈ മസാലയിലോട്ട് മിക്സ് ചെയ്യാൻ. ആ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സോനു എപ്പോഴും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്നലെ നോമ്പ് തുറക്കാൻ പോയപ്പോൾ സോനു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോനിന് വേണ്ടിയിട്ട്. അപ്പോൾ സോനു കഴിച്ചിട്ട് എബിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. അതിപ്പോൾ ചൂടാക്കി കൊടുത്തു. അപ്പോൾ അവർ 2 പേര് കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ നൈസായിട്ട് കൊണ്ടുപോയി കൊടുത്തു, വാരി കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്നെ കണ്ടാൽ പിന്നെ ഒരു ഷോ തുടങ്ങും. നൈസായിട്ട് ഏൽപ്പിച്ച് വന്നേക്കും. കഴിക്കില്ല എന്നറിഞ്ഞൂടാ, കഴിക്കുമായിരിക്കും. നല്ല മൂട്ടിലാണ് ചേട്ടൻ ആക്ച്വലി. അപ്പം ഇപ്പം കുറച്ച് എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടാ. 3 കടികളും ആയി വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലേ ഏതോ ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. ആ ബേബിയാണാ നോക്കിയൊന്ന് തന്നെ. അതൊരു ബ്രാൻഡ് കൊളാബറേഷൻ്റെ കോളായിരുന്നു. നമ്മൾ പറഞ്ഞു തന്നേണ്ട ഏതോ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് നമുക്ക് നല്ല പേടിയൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കാര്യം തന്നെ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് വി ആർ ഇൻ ടു ദാറ്റ് നമ്മൾ ഒന്ന് റിലാക്സ് ആവും. സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ റിലാക്സ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഗോ ആൻഡ് സ്റ്റാർട്ട്. ഇഫ് യു ഹാവ് എനി പ്ലാൻസ്, ഇഫ് യു ഹാവ് എനി ഡ്രീംസ്, ഗോ ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷനും ഇതൊക്കെ മാറും. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറ്റൂലേ. ഞാനിപ്പോൾ സ്ട്രെസ് അടിച്ച് ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ സ്ട്രെസ് അടിച്ചു അയ്യോ എന്നെ കൊണ്ട് പറ്റൂല, ഇത്ര ടൈം ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റൂല ഒന്നും. ആൻഡ് യു ക്യാൻ ടേക്ക് ഹെൽപ്പ് ഓഫ് അതേഴ്സ്. എനിക്കിപ്പോൾ ഇവിടെ സോണു ഹെൽപ്പ് ചെയ്യണ പോലെ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഹെൽപ്പ് ഫ്രം യുവർ ഫാമിലി, ഫ്രണ്ട്സ്. ദേ വിൽ ഒബ്വിയസ്ലി ഹെൽപ്പ് യു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഗോ ആൻഡ് സ്റ്റാർട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇപ്പം എൻ്റെ ബിസിനസ് ആയാലും എനിക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു ആക്ച്വലി. ബിക്കോസ് ഐ വാസ് ഹാപ്പി, ഐ വാസ് ഏർണിങ്. വേറെ വിധത്തിലും ഐ വാസ് ഏർണിങ്. എനിക്ക് കൊലാബ്സ് കിട്ടാറുണ്ട്, യൂട്യൂബിൽ ഞാൻ ഏൺ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ട എമൗണ്ട്സും ഇതൊക്കെ വരും. ബിസിനസ് ചെയ്യണോ എന്നുള്ളൊരു പ്ലാൻ ഇല്ല. അത് ഓൾ ഓഫ് എ സഡൻ മൈൻഡിലൊരു തോട്ട് വന്നതാണ് ജസ്റ്റ്. അപ്പോൾ അങ്ങനെ തോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന അയ്യോ വേണ്ട, ബിസിനസ് ചെയ്തിട്ട് ശീലയില്ലല്ലോ, സെറ്റായില്ലെങ്കിലോ, പാളിയാലോ വിൽ ട്രൈ സംതിങ് ന്യൂ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഞാനങ്ങനെ ബൈബിടുത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്താ വെച്ചാൽ ഹി വാസ് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട്. എന്തിനാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് സ്റ്റാർട്ട്. ഇത്ര ക്വിക്കായിട്ടാ പ്ലാൻ ഒന്നും ചെയ്യണ്ടേ, ഫുൾ ഇത് ചെയ്യണ്ടേ. അപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് ബേബി പറയണത്. എന്തെങ്കിലും മൈൻഡിൽ തോന്നുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ ശരിയാവുള്ളൂ. അല്ലാതെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം സെറ്റ് ആവാൻ പോണില്ല. മനസ്സിലായോ? കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഇരുന്നിങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് അത് സെറ്റ് ആവാനും പോണില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നിയത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്താൽ എല്ലാം സെറ്റാവും. ഷുവർ. ഐ ആം വെരി ഹാപ്പി. ഇപ്പോൾ 2 ബ്രാൻഡ് തുടങ്ങി വിതിൻ 6 months. ഇറ്റ്സ് റണ്ണിങ് വെരി സക്സസ്ഫുള്ളി. ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് പഠിച്ചോനോടും റബ്ബിനോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. മാഷാ അല്ലാഹ്. നോമ്പിൻ്റെ സെയില് ഒരു രക്ഷയില്ല, അടിപൊളി. മാഷാ അല്ലാഹ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ. ഞാനിങ്ങനെ സ്റ്റോക്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മതിയാവണില്ല ആക്ച്വലി. ഇന്നും ഹെയർ കട്ടിൽ പോയപ്പോൾ ഞാൻ ബേബി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിരുന്നു. ബേബി പറയണായിരുന്നു മതിയാവൂല വർദ്ധിച്ചോന്നും. ഞാൻ ഇത് തന്നെ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. മതിയാവണില്ല, ഇനിയും വർദ്ധിക്കണം സ്റ്റോക്സ്. അത്ര ഹെവി സെയിലാണ് നിനക്ക് നടന്നുകൊണ്ടിരിക്കണം. പെരുന്നാളിൻ്റെ സ്റ്റോക്ക് വർദ്ധിക്കുക ഇനിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
നമ്മളെ സുഹാനിത്ത വന്ന് എന്റെ മുത്താണ് എല്ലാം റെഡിയാക്കി വെച്ചേക്കണായിരുന്നു. എനിക്കില്ല ഞാൻ മേളിലൊരു ഒക്കട്ടി വന്നേരെ. അതാണ് നമ്മുടെ ഇവിടുത്തെ സക്സസ് ഗൈസ്. ഇപ്പൊ അതാണ് പറഞ്ഞ ഇപ്പൊ നീ ഓക്കെയാണോ? പണ്ട് എന്നെ മുത്തക്ക് വിടൂല, ഞാനല്ലാതെ ഒരാളെ കഴിഞ്ഞൊന്നും തിന്നൂല ഒന്നുമില്ല. ഇപ്പൊ എന്നെ പോലെ തന്നെയാ സോനു. എന്റെ അടുത്ത് മേത്തക്കേരിയൊക്കെ പ്രാന്തൊക്കെ കാണിക്കുമല്ലോ, ഇങ്ങനെ ചാടി ഓടി. അത് തന്നെ സോനുടെ അടുത്തും കാണിക്കും. ഞാൻ കഴിഞ്ഞ സോനു മതിയവന്. അപ്പൊ കഴിക്കുന്നുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിനുള്ളത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അടുത്തിങ്ങനെ ചിക്കൻ പോലെ ചെയ്ത സെറ്റ് ഗൈസ്. ഇനി നമ്മൾ ചിക്കൻ എടുത്തത് കട്ടാക്കിയിട്ടുണ്ട്, നല്ലോണം ചങ്ക്സ് ആയിട്ട് കട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ചാ മിക്സ് ചെയ്യും. അതിനുള്ള ബാറ്റർ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഷൂട്ട് ചെയ്തതൊക്കെ യു ഹാവ് ടു അഡ്ജസ്റ്റ്, ബിക്കോസ് എനിക്ക് ആരുമില്ല ഇപ്പം ഷൂട്ട് ചെയ്ത് തരാൻ, എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററിൽ 3 എഗ്ഗ്, മിൽക്ക്, ഒരു 2-3 സ്ലൈസസ് ബ്രെഡ്, ഉപ്പ്, പാല്. ഓക്കെ, അത് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് അതിന്റെ മുകളിലോട്ട് വേണം ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക്. ഇനി ബാക്കിയുള്ള ബാറ്ററും അതിന്റെ പൊക്കത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ കായ്പോളം ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. നമുക്ക് പഴുത്ത പഴമുണ്ട്, അതുകൊണ്ട് അത് ഉണ്ടാക്കിയാൽ സെറ്റ്. ഒന്ന് മുറിച്ചിട്ട് ആദ്യം സോട്ട് ചെയ്യണം നെയ്യിൽ, എന്നിട്ട് വേണം ഇത് ഉണ്ടാക്കണം. അത് ഞാൻ കട്ടാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ പോളത്തെ കാര്യം മറന്നു, എന്നെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ലെറ്റ്സ് കട്ട് ഇൻടു പീസസ്. ഇത് ബാറ്റർ സെയിം ആണ് കേട്ടോ, കായ്പോളക്കും ചിക്കൻ പോളക്കാണെങ്കിലും ബാറ്റർ സെയിം ആണ്. ഇത് സ്വീറ്റ് ആയിരിക്കും, അത് മസാല ആയിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ 2 ടേസ്റ്റും ചെയ്യാമല്ലോ അവർക്ക്. ചില ആൾക്കാർക്ക് സ്വീറ്റ് ആയിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ള ആൾക്കാർ കായ്പോളം ട്രൈ ചെയ്യാം. ചില ആൾക്കാർക്ക് കുറച്ച് മസാല വേണമെന്നുണ്ടാവും നോമ്പ് തുറക്കുന്ന ടൈമിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിക്കൻ പോളം ഉണ്ടാക്കാം. ഇന്നത്തെ ചിക്കൻ പോളം അത്ര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് എരിവ് കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, സ്മെല്ല് ഇങ്ങനെ എരിവിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്, മുളക് പൊടി കൂടിയും തോന്നും. അതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം 3:40 സംതിങ് ആയുള്ളൂ. അപ്പോൾ ഞാനൊരു 40-45 മിനിറ്റ്സിൽ 3 കടികൾ സെറ്റാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊരു 5 o'clock വരെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ടൈമിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. ബിക്കോസ് 5 o'clock എനിക്കൊന്ന് അങ്ങോട്ട് പോകണം. ജസ്റ്റ് നോക്കിയില്ലെങ്കിൽ ഒരു സെറ്റ് ആവൂല. ഇന്നത്തെ ഓൾറെഡി 2 ഡെലിവറി പോയി കഴിഞ്ഞ്, രാവിലത്തെ 10 മണിയുടെ ഉച്ചത്തെ 3 മണിയുടെ പോയി കഴിഞ്ഞ്, ഇനി 7 മണിക്ക് അതിൻ്റെ ഏതെങ്കിലും എനിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. പിന്നെ ഇന്ന് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല, അതിനുള്ള സമയം എനിക്കില്ല. അപ്പോൾ ഞാൻ കായ്പോളക്കുള്ള ബനാനും പിന്നെ ഏത്തക്കം പിന്നെ ഡേറ്റ്സ് ഒന്ന് സോട്ട് ചെയ്ത്
ഇത് വന്നോണ്ടിരിക്കുക. നിങ്ങൾ സുഹാനിത്തനെ കണ്ടില്ലല്ലോ ഇന്ന്. സോനി നെബുനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് മാങ്ങ ഷെയ്ക്ക് അടിക്കാൻ. ഈ കുഴി ഇപ്പൊ കറക്റ്റ് കാണാട്ടാ. കോണ്ടർ ചെയ്ത ഡോക്ടർ പറയണത് അവിടെ പല്ലില്ല, സൈഡിലും ഇവിടെ ഒരു പല്ലില്ല, താഴെ പല്ലില്ലായിരുന്നു, ഇവിടെ മേള് പല്ലുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്ന കുഴിയാണെന്ന് പറഞ്ഞു. പക്ഷെ കോണ്ടർ ഇതുപോലെ ഉണ്ട് സൈഡ്. മെലിഞ്ഞിട്ടൊരിടത്തേക്ക് ഫേസ് നല്ല ഉണ്ടായത് കുഴി. ഇവിടെ ഇപ്പൊ കോണ്ടർ ചെയ്ത പോലെ ഉണ്ടല്ല, ഇവിടെ ഫ്ലഷ് ഉണ്ടാവരുത്. അപ്പൊ അവിടെ സ്കെൽറ്റായിരുന്നു. നല്ല നാച്ചുറൽ കോണ്ടർ ആണ്. ഇതെന്താണ് പച്ച മാങ്ങിയേ ഇന്ന് കൊണ്ടുവന്നാണ്. ഓ പച്ച പച്ച മണക്കണ്. മാംഗോ ഷേക്കിന് സുനുവിന് സന്തോഷാവും. ഓ ആന്റിയൊക്കെ വരുമ്പോ എല്ലാം കഴിയണം. എനിക്കൊന്ന് അപ്പുറത്തും പോണം. ഫുൾ സ്ട്രെസ്. അപ്പൊ ഇത് എന്താന്ന് നോക്കിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ചിക്കൻ പോള സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ഫ്രൈ പോള. യെസ്, അങ്ങനെ മുതലാളി എത്തി. ചിക്കന്റെ സല്ലർ കിട്ടിട്ട് ഓക്കേ. മിനുമിനുക്കിട് മിനുമിനുക്കിട്. നല്ല രസമുണ്ട്. കളർ നല്ല ചേർന്ന ആന്റിക്ക്. അതെ, ഇതിന് ഫുൾ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ആന്റി നോക്ക്. അങ്കിൾ എവിടെ? ആ ലോലിപോപ്പ് ഇല്ല അവിടെ. ഇവിടെ കാണിക്കല്ലേ. ഇവിടെ ജസ്റ്റ് ഡൈപ്പർ ഇട്ടിരിക്കും. താങ്ക് യു ദാദി. അയ്യോ പോയി കഴിച്ചെന്നെ മുത്ത്. അപ്പൊ ആന്റി എത്തി. ഇനി പരിപാടികൾ ക്വിക്കാണ് നമ്മുടെ. ഇല്ല, ഓൺലി വൺ മമ്മ ലേറ്റർ. ഓക്കെ, ഓൺലി വൺ. അതും കൊടുക്കാൻ ഓൺലി വൺ. ഓക്കെ, ഗോ ആൻഡ് ഈറ്റ് ഗോ. ഇവിടെ കായ് പോളയിൽ കുറച്ച് നട്ട്സ് പൗഡർ, നട്ട്സ് പൊടിച്ചിട്ടിട്ടുണ്ട്. ക്ലോസ് ചെയ്യാൻ പോകും. സോണിന്റെ മാംഗോ ഷേക്ക് ഈസ് റെഡി. ആ നല്ല രസമുണ്ട് കളറ്. നല്ല രസമുണ്ട്. ഒരു 4 ഐറ്റം കടി റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് അടുത്ത എഗ്ഗും വെച്ചിട്ടുണ്ട്. മുട്ട ബജി ചെയ്യാന്ന്. സോനോടെ ഫ്രൂട്ട്സ് കട്ടിങ്ങിലാണ്. കട്ടിങ് കഴിഞ്ഞു. ആൻറ്റി വരുമ്പോൾ എബുന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എബുനും സൈഗുനൊക്കെ. എന്തായാലും ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ബർത്ത്ഡേ സ്പെഷ്യൽ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അപ്പുറത്ത് പോയിട്ട് വരാം. ബാക്കിൽ നിന്ന് തന്നെ പോട്ടെ. ഫ്രണ്ടിൽ നിന്ന് പോയാൽ എബു എന്നെ കണ്ടുപിടിക്കുക. എബു ഇപ്പോൾ ഡാഡി അടുത്താണ്. ഇങ്ങനെ ഇരിക്കുക. ആരാംശം കുളിപ്പിച്ചൊക്കെ ഫുഡൊക്കെ കൊടുത്തായിരുന്നു. ആരാംശം ഇരിക്കുക. ഉറങ്ങാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അത് മോപ്പ് ചെയ്തേക്ക്. ആ വാട്ടർമെലൻ്റെ വെള്ളം കറ പിടിക്കണം. അപ്പോൾ ഞാൻ പോവാം. ഞാൻ വിചാരിച്ചു കുറേ ടൈം എടുക്കുമെന്ന്. പക്ഷേ അൽഹംദുലില്ലാ, where there is a will there is a way. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കൊന്നും എന്തും ചെയ്യാം. എത്ര പെട്ടെന്ന് ചെയ്യാം. ആൻഡ് ഫാമിലി സപ്പോർട്ട് ആൾസോ. ഇപ്പോൾ ആൻറ്റി വന്നിട്ട് അവിടെ ഇച്ചിരി പാത്രമുള്ളതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും മാറൂല. നമ്മളെ ഹെൽപ്പ് ചെയ്തേ അടങ്ങുള്ളൂ ആൻറ്റി. അപ്പോൾ എത്ര പറഞ്ഞാലും മാറി നിൽക്കൂല. ആൻറ്റിക്ക് ഇങ്ങനെ അതൊരു ശീലമായിപ്പോയി. നമുക്ക് പക്ഷെ എന്തോ ഗിൽട്ടടിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഞാനത് സന്തോഷിക്കട്ടെ. പാക്ക് ചെയ്തതൊക്കെ കണ്ടിട്ട് ഫുൾ സെറ്റാണ്. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഒരു ടൈമാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാനിപ്പം ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു.
സ്റ്റോക്ക് ഒന്ന് പോരാന്ന് തോന്നി, ഇനിയും വർദ്ധിക്കണം. അപ്പോൾ വന്നതൊക്കെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക. മാഷാ അല്ലാഹ്. അപ്പോൾ ഇനിയും ഓർഡർ ചെയ്യണം. ബേബി എടുക്കണം. അപ്പോൾ നമുക്കിനി കടികളൊക്കെ പൊരിക്കാം. ഓക്കെ, യെസ്. അങ്ങനെ ഇപ്പോൾ സമയം 5:40 നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഫ്രൈ ചെയ്താൽ മതി. എബ്ബു ഗുഡ് ബോയ് ആയിട്ട് ദാദിനെ കൂടെ നോക്കിയേ. ദാദിനെ റൂമിൽ കൂട്ടിയിടല്, ദാദിനെ കിച്ചണിൽ പോയിട്ട് പേടിപ്പിക്കല്. സോംബി, വേർ ഇസ് ദാദി? ദാദി എന്തൊക്കെ കൊടുന്ന എബ്ബുന്? ദാദി കൊടുന്ന ഡ്രസ് എവിടെ? ആ, ദാദി കൊടുന്ന ഡ്രസ് എവിടെ കാണിച്ചേ? ഡ്രസ് എവിടെ വെച്ച്? ദാദി കൊടുന്ന ഡ്രസ് ഇമ്മി കാണിക്കൂ. ഇപ്പൊ ദാദി ബയ്യക്കും എബുനെ കൊണ്ടുവന്ന ഡ്രസ്. ഹാപ്പി ബർത്ത്ഡേ ആണ് ദാദി. ടുമോറോ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മൈ എബുനെ നോക്കി ഹായ് കട്ട് ചെയ്ത് ഹാൻസം ആയിരിക്കും. സായിപ്പാണ്, സായിപ്പ്. എല്ലാം കാണിച്ചോ. അത് ഒന്ന് രണ്ട് കുറച്ച് ചെറുതാണ് ആന്റി, അത് ചേഞ്ച് ആക്കുമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നോ കാണിച്ചോ. അവിടെ ഇരിക്കൂ, അവിടെ കണ്ട അവിടെ ഇരിക്കും. ദാദിയുടെ വകൊരു ഡ്രസ്. എപ്പോ പിന്നെ ലൂസ് ഇടുന്നോണ്ട് ഞാൻ വെൽത് ഇടുന്നോണ്ട് ആട്ടി വെല്ല ക്യൂട്ട് ഉണ്ടല്ലേ ഇത്. ഇത് ചേഞ്ച് ആക്കണ്ട, ക്യൂട്ട് ഉണ്ട്. മറ്റേത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ലീവ്സും ഇതൊക്കെ നല്ല പാറ്റേണാ, പക്ഷെ കുറച്ച് ചെറുത് പോലെ. ഇത് മതിയെന്ന് തോന്നുന്നു. മറ്റേ പിങ്ക് മാത്രം ചേഞ്ച് ആക്കിയാൽ മതി. ബോഡി ഫിറ്റായിരിക്കും. ഭയങ്കര സ്ലിം. സൽമാൻ ഖാൻ പണ്ടത്തെ. പിന്നെ സൈഗോന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് അത് ഭയങ്കര വലുതായി. കുറച്ച് ഒരു ഇത് ലാർജ് ആണെങ്കിൽ മീഡിയം മതി. മീഡിയം 120 സൈസിൽ. അപ്പൊ ഇത് മാറ്റിയെടുക്കണം. ഇതൊക്കെയാണ് ദാദിയുടെ വക. ഇത് മാത്രല്ല കൊറേ ഫ്രൂട്ട്സും സ്നാക്സും. എന്താ ടോയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാലും കൊറേ നേരമല്ലോ ഇവിടെ കാത്തിരിക്കണ. എപ്പോ ഇത് ഞാൻ ഇവനെ കുളിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ പറഞ്ഞേ? എല്ലാരും ഇങ്ങനെയാണോ നിങ്ങളെ വീട്ടിലത്തെ കുട്ടാപ്പികൾസൊക്കെ? എപ്പോ കോക്രോച്ച്, ലിസർഡ്, ഓ മൈ ഗോഡ്, ലിസർഡ്. എബു, did you say thank you daddy? Thank you daddy. Did you say thank you daddy? Give a hug kiss daddy. അങ്കിളിനാണെങ്കിൽ ഇപ്പൊ കൊടുത്തന്നെ പോയി. Hug നല്ല ഹെയർ കട്ടിങ് അല്ലേ എബുനെ? ഹഗ് ദാദി, ഗോ ഗിവ് എ കിസ്. ഇത് ഇപ്പൊ പോണ സ്ഥലത്തൊക്കെ ഈ ഡൈനോസറിനെ ഇതിനെ ഞാൻ പൊക്കിക്കൊണ്ട് പോണം. ആ പരിസ്ഥിതിയാണ് എനിക്ക്. എന്തൊക്കെയാണ് ടോയ് ഞാനത് പൊക്കിക്കൊണ്ട് പോണം. ഗൺ കൊണ്ടാ എടുത്തവൻ. എബു ഷൂട്ട് ചെയ്ത് കാണിച്ചേ. ലെറ്റ്സ് സീ. എബു ഷൂട്ട് ചെയ്യാൻ നോക്ക. Let me check. Let me check. No. എബു ഷൂട്ട് ആക്കേ. ഷൂട്ട് ചെയ്ത് കാണിച്ച മാമനെ. കൊടുത്തേ, ഷൂട്ട് ചെയ്യാൻ നോക്ക്. ലോഡ് ചെയ്ത് കൊടുത്തേ. എബു ഷൂട്ട്. അത് കൊടുത്തേ, ലോഡ് ചെയ്ത്. എബു ഷൂട്ട് ഇമ്മി, ഷൂട്ട് ഇമ്മി, ഷൂട്ട് ഇമ്മി, ഷൂട്ട് ഇമ്മി, ഇമ്മി, ഇമ്മി. നോ നോ. എടാ നീ ഇമ്മിടെ ഗ്യാങ് ആയി. ഇമ്മി ഷൂട്ട് ഇമ്മി. നോ നോ, മമ്മ പാവല്ലേ. മമ്മ ഇമ്മി, ഇമ്മി, ഇമ്മി. Ebu, mama is sad. Mama will cry. Ebu. Mama shoot. Shoot Imi. Shoot mama. No no no. Shoot Imi. Mama. Ebu. Shoot Imi. Ebu no Ebu. Ne padachore. Ne
ഭാഗ്യം. അവന് കറക്റ്റ് അറിയാത്തോണ്ടിട്ട് കുഴപ്പമില്ല. ഷൂട്ട് ഡൈനോസർ. ഹൾക്ക് നോക്കട്ടെ, ഹൾക്കിനെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഷൂട്ട് ഹൾക്ക്. ഹൾക്ക് 1 2 3. ഓ കറക്റ്റ്. അവന്റെ കണ്ണില് ഹൾക്ക് ദീദിയാണ്. One more എബു. മുതലാളിയുടെ നമ്മുടെ സൈഗം. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ഷൂട്ട് എബു, ഷൂട്ട് ഷൂട്ട് ഹൾക്ക്. ഷൂട്ട് ഹെഡിൽ വെച്ച് ഷൂട്ടാക്ക. ഇമ്മി ലോഡാക്കി തരും ഉമ്മി. എബു ഹാൻസം ആയല്ല, ഹെയർ കട്ട് ചെയ്തിട്ട്. ലുക്ക് സോ ഗുഡ്, മാഷാല്ലാ. ഹായ് ബൈ. ഹായ് ബൈ ഒന്നിച്ച്. ഷൂട്ട് ഹൾക്ക്. ഗൈസ്, അപ്പൊ നമ്മൾ പൊരിക്കാൻ തുടങ്ങി. ഞാനിവിടെ മുട്ട കടല മാവില് കെട്ടിത്തെരിപ്പിക്കാൻ പോവാ. അയ്യോ ഭയങ്കര കട്ടിയായല്ല മാവ്. പൊട്ടിത്തെരിക്കുന്നു കേട്ടോ. സാക്ഷിക്ക് വേണ്ടി എൻ്റെ വ്യൂവേഴ്സ് മൂടണം ഇട്ട് കഴിഞ്ഞിട്ട്. കുറച്ചോനെ സ്ട്രെസ്. ആഹാ, സ്വന്തം മുഖത്തോട്ട് വെച്ച് എനിക്കൊരു സേഫ്റ്റി ഇല്ല. ആ വെച്ചോ, മുടിക്കോ. അങ്ങനെ മൂടിയാ സമോസ കഴിഞ്ഞ് ഇനി കട്ട്ലറ്റ് പൊടിക്കണം. ബാക്കി 2 കടി ഓൾറെഡി റെഡിയല്ലേ. ലൈറ്റായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തീർന്നു, ഞാനെല്ലാം ബോണ്ടത്തിനെടുത്ത്. എബു ആ സോനുന്റെ മൊബൈലിൽ വാങ്ങടിച്ച്. ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. എബു ഹാൻസം ഹാൻസം ഹെയർ ഒക്കെ കട്ടാക്കിയല്ല നമ്മുടെ മുത്ത്. റഫീഖ് അങ്കൾ ചെറിയൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് അവിടെ എല്ലാവർക്കും കൊടുക്കുക. സൈഗു നോമ്പ് വിട്ടല്ലേ ഇന്ന്? എന്താ പറ്റി? ഓ, അത് അറിയാതെ നമ്മൾ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നീ വീണ്ടും വേറെ തിന്നാൻ നിക്കരുത് കേട്ടാ. പർപ്പസ്ഫുള്ളി അല്ല, അറിയാതെ നീ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നീ കണ്ടിന്യൂ ചെയ്യരുത് എന്തെങ്കിലും തിന്നിട്ട്. നമുക്കത് കുഴപ്പമൊന്നുമില്ല കേട്ടാ. എപ്പോ ആർ യു റെഡി? ഡൈനോസറിന്റെ നോമ്പാണ് എബു.
നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ. അപ്പൊ നമ്മുടെ 5ാമത്തെ നോമ്പ് കംപ്ലീറ്റ് ആയി അല്ലേ? അൽഹംദുലില്ലാ. ഹരിബരിയായിരുന്നു ഇത്. ചട്ടികൊമ്പുകൾ വരെ അവര് രാവിലെ മുതലേ കഴിച്ചോളും. അടുത്ത ആളെടുക്കാൻ ഡേറ്റ്സ് ടേസ്റ്റ് ഉണ്ട്. നീനെ കൊണ്ടാകുന്നുണ്ട്. പേരിനടുത്ത ഡേറ്റ്സ് Look, I have a superhero. ഇന്ന് നമ്മൾ കൂടെ മുതലാളിയുടെ ലാസ്റ്റ് നോമ്പാണ്. ഇനി ഫുള്ള് ചൈന നാളെ മുതൽ ടേബിളിൽ ബേബി ഉണ്ടാവില്ല. ഫുൾ ചൈന ലൈക്ക്. അല്ല നാളെ എവിടെ ആയിരിക്കും? അല്ല കറക്റ്റ് ടൈം അജിത്തെ റഫീക്കായും നമ്മൾ ഇന്ന് നോമ്പ് പറയാറുണ്ട്. അതാണ് ഭാഗ്യം കിട്ടി. എവിടെ ബർത്ത്ഡേ സ്പെഷ്യൽ നോമ്പ് തുറയിട്ടാണ് ഇത് നമ്മൾ കൂട്ടണം. നാളെ എന്തായാലും ഞാൻ ഉണ്ടാക്കൂല, വല്ല സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് ടേബിളിൽ. സോ ദിസ് ഈസ് ദ ഹാപ്പിനെസ്, ദിസ് ഈസ് ദ സെലിബ്രേഷൻ അക്കോർഡിംഗ് ടു മീ. ഇത് പല പല കാണിക്കണം, ബാക്കിയുള്ളവരെ കാണിക്കും. ഹലോ ഗൈസ്. അതിനൊരു മൂടാ, എല്ലാം ഓരോ മൂടാണ്. മുറുക്കൊക്കെ കഴിക്കോളും. സമൂസ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചേ. എങ്ങനെയുണ്ടെന്നൊക്കെ പറ. താങ്ക് യു മൈ ഡാർലിംഗ്. നല്ലുണ്ട്. ഇഷ്ടായോ? ഹാപ്പി ഹാലോവീനാ. കൊള്ളാട്ടാ. നോമ്പ് തുറക്കുമ്പോ ഹാപ്പി ഹാലോവീൻ. കൊച്ചി രാജ്യത്തല്ല. കൊള്ളാട്ടോ. സുനുവിന് ചിക്കൻ കട്ട്ലൈറ്റും കൊള്ളാം, കഴിക്കോളം കൊള്ളാം. സമോസ കുറച്ച് ഒച്ചല് പറ. സമോസ കൊള്ളാം, കട്ട്ലറ്റ് കൊള്ളാം, കായ്പോല കൊള്ളാം, എല്ലാം കൊള്ളാം. കഴിച്ച് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്, ഒരു ഉന്മേഷം. അങ്കിൾ കടികളൊന്നും കഴിച്ചില്ലേ? കഴിച്ചിട്ട് പറ, കുറച്ച് പൊക്കി പറ. അപ്പൊ എന്റെ വ്യൂവേഴ്സ് മഷൂത്ത ഒന്നും മിണ്ടാതിരിക്കാതെ കഴിക്കട്ടെ. ചക്കയ്ക്ക് ആസ്വദിക്കും. കോളിക്കണല്ലോ എങ്ങനെയാണ് സമോസ? നന്നായി. സർബത്തല്ല, അത് പിന്നെ കഴിക്കാറില്ല. സോനും ഞാനൊക്കെ സോസ് മുക്കിട്ടാ കട്ട്ലറ്റ് കഴിക്കണേ. അതാണ് ഒരു വൈബ് അല്ലേ സോനു? അങ്ങനെ മുതലാളിക്കൊന്നും സോസ് ഇഷ്ടമല്ല. മറ്റേ ചമ്മന്തി അല്ലല്ലേ, സാധാ നോർമൽ. ടൈമില്ല ചേട്ടാ, എനിക്ക് കടികൾ ഇച്ചിരി ഉള്ളതുകൊണ്ടൊരു ഇതില്ല, വൈബില്ല. അതുകൊണ്ട് ഇതും കണ്ട് ഇങ്ങോട്ടുണ്ടല്ലേ. ഞാൻ മര്യാദക്ക് സമാജത്തിന് പെട്ടെന്ന് ക്യാമറ അപ്പൊ തന്നെ ബേബി ഞാൻ പ്രകാശന കടികളൊക്കെ എടുത്ത് കഴിക്കും. നിങ്ങൾ എന്താണ് ഇങ്ങനെ? അങ്കിൾ ഫുൾ പെർഫെക്റ്റ് ആണ്. എന്ത് വേണം? Zaigo, I prepared your favorite motta bhaji. വേണ്ടേ? മമ്മയുടെ മുത്തിനൊന്നും വേണ്ടേ? You don't want anything? You don't want anything. Why? Do you want this? Yeah. Guys, ഇന്നത്തെ നോമ്പ് തുറ ഇത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ, എവറിബഡി ഈസ് ഹാപ്പി. അപ്പോൾ എബ്രുവിൻ്റെ ബർത്ത്ഡേ നാളെയാണ്. പക്ഷെ ആ ഒരു ഇത് വെച്ചിട്ടാണ്, മനസ്സിൽ വെച്ചിട്ടാണ് ഇന്ന് എല്ലാവരുമായിട്ട് നോമ്പ് തരുന്നത്. വെരി ഹാപ്പി. നാളെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇൻഷാല്ലാ എല്ലാവരുമായിട്ട് ഡിന്നർ കഴിക്കാൻ പോവും. പിന്നെ അവിടെ ആയിരിക്കും കേക്കൊക്കെ കട്ട് ചെയ്യണത്. അത് ഞാൻ വേറെ വ്ളോഗ് ചെയ്യാൻ പറ്റുക ചെയ്യും, അല്ലെങ്കിൽ റീൽ ടൈപ്പ് എന്തെങ്കിലും ചെയ്യും, അങ്ങനെയായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വി
അല്ല, വേറെന്താ പറയാനോ എന്ന് വിചാരിച്ച് മറന്നുപോയി. അപ്പോൾ കിളി പോയിരിക്കണു മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് വിന്നർ എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നലെ അത് സ്ക്രീൻഷോട്ട് ഇടാത്തത്. ഇന്ന് അവർ മെയിൽ ചെയ്തിട്ടുണ്ട്, സോ അത് ഞാൻ ആഡ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ വിന്നർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ മങ്കി ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്. പഞ്ച് മങ്കിയുടെ ബേബി സെന്റിമെന്റ് അടിച്ച് രാവിലെ ഞാൻ രാവിലെ ഫുള്ള് ഡിപ്രഷൻ ആയിപ്പോയി. പഞ്ചിന്റെ വീഡിയോ കണ്ടിട്ട് സങ്കടമായിപ്പോയി. ഒറ്റപ്പെടലിന്റെ വേദന, അത് സ്വന്തം എന്താ പറയാ, സ്വന്തം മാതാവിന്റെ ഒരു സ്നേഹം കിട്ടാത്തതിന്റെ ഒരു വേദന. എല്ലാരും എന്നെ പോലെ ഉണ്ടാവൂല മാതാക്കൾ. എനിക്ക് പഞ്ചിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ജപ്പാനിലെ സൂല് ഒരു മങ്കിയാണ് കേട്ടോ. അല്ല, മിക്കിരിക്ക് അറിയായിരിക്കും. ഹലോ. അപ്പോ that's it. We'll see you all in a very next video. Bye.